അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ഇനി മുസ്തഫയുടെ ഒരു ചോദ്യമുണ്ട്. ഫദൈനാഹു ബിദിബ്ഹിൻ അലീം എന്ന് തുടർന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫദ എന്നതിന് ആടിനെ ബലിയായിട്ട് പകരമായിട്ട് നൽകി എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലെങ്കിൽ അദ്ദേഹം വിശദീകരിക്കേണ്ട ഒരു സംഗതി, ഈ ഫദ എന്ന അറബി ഭാഷയ്ക്ക് പ്രയോഗത്തിന് എന്താണ് അർത്ഥം എന്നുള്ളതാണ്. ഫദ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി, ഒരു തെറ്റ് ചെയ്ത ആളുടെ പ്രായശ്ചിത്തമായിട്ടും അത് പറയും. അതുപോലെ തന്നെ വല്ല നേർച്ചയോ മറ്റോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആൾ ചെയ്യുന്നതിന് പറയും. ബലി നൽകുന്ന ആളുകൾക്ക് പിന്നെ പറയാവുന്ന, അതിന് പകരമായി നൽകാവുന്ന സംഗതിക്കാണ് ഫിദിയ എന്ന് അറബിയിൽ പറയാം. അല്ലാതെ ഫിദിയ എന്ന് പറയുന്നത് കേവല സമർപ്പണമല്ല. ഫദൈനാഹു ബിദിബ്ഹിൻ അലീം എന്നാണ് ഖുർആനിലെ പ്രയോഗം. അവന്, അതായത് ഈ മകന് പകരമായിട്ട് നമ്മൾ ബിദിബ്ഹിൻ അലീം മഹത്തായിട്ടുള്ളൊരു ബലി നൽകി എന്നാണ്. അവിടെ ദിബ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമർപ്പണമല്ല, കേവലം ദബഹ എന്നും നഹറ എന്നും അറബിയിൽ പറഞ്ഞാൽ കഴുത്തിൽ കത്തി വെച്ച് അറുക്കണതിനാണ് ഈ പ്രയോഗിക്കാറുള്ളത്. മുസ്തഫ പറയും പോലെ കേവലം ജീവിത സമർപ്പണം എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുള്ളതായിട്ട് മുസ്തഫയ്ക്ക് തെളിയിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ ഓതിയിട്ട് തൻ്റെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാം എന്നുള്ളതാണ് മുസ്തഫ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഖുർആനിനോട് നീതി പുലർത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്. അത്തരം ഒരു മാർഗത്തിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തനിക്ക് തോന്നിയിട്ടുള്ള സംഗതികൾ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാവുന്ന രീതിയിലല്ല അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് തുരുപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മുആവിയ, രണ്ടാമത്തേത് പൗരോഹിത്യം. മുആവിയയുടെ ആളുകൾ പൗരോഹിത്യ വ്യാഖ്യാനം ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലോകത്തെ മുസ്ലിം സമൂഹം നിരാക്ഷേപം ഇന്ന് വരെ, അതിൽ ഷിയാക്കളെന്നോ സുന്നികളെന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാ മുസ്ലിം സമൂഹത്തിലെല്ലാവരും, അതായത് മുആവിയയുടെ എതിരാളികളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി തനിക്ക് തോന്നിയത് വിളിച്ചു പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വിളിച്ചു പറയലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് തൻ്റെ ഭാഷാപരമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ ശരിയായിട്ടുള്ള ആശയം അനുസരിച്ചു കൊണ്ടോ അദ്ദേഹത്തിന് ഇത് തെളിയിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, അദ്ദേഹം പറയുന്ന പൊതുവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾക്ക് ഇത് വിരുദ്ധമാണ്. കാരണം അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളോട് എന്ന് മാത്രമല്ല, എല്ലാ മതക്കാരോടും അവരുടെ വേദമനുസരിച്ച് ജീവിക്കാൻ ഉപദേശിക്കാണ് ദഅവത്ത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നടത്തേണ്ട ദഅവത്ത് എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ബൈബിൾ വെച്ചുകൊണ്ട് പറയാവുന്നതാണ്. അദ്ദേഹം ചെയ്യുന്ന നെറികേടുകൾക്ക് തെളിവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ എന്ന് നമ്മൾക്ക് അപ്പോൾ ബോധ്യം വരുന്നതാണ്.